ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി ഞാൻ ഈ 76 kg ഒരു 66 kg, ഇപ്പം എനിക്കൊരു 65-66 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ ഒരു ചേഞ്ച് ഞാൻ എങ്ങനെ കൊണ്ടുവന്നു, എത്ര നാളെടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഞാൻ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏകദേശം ഞാൻ എൻ്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ ആയിട്ട് തന്നെ 1 ഇയറോളം ആകാറായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്നല്ല അതിനർത്ഥം. ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ആയിരുന്നു ഈ വർക്കൗട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തതും. അതുകൊണ്ട് എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കല്യാണത്തിന് മുന്നേ അത്യാവശ്യം നല്ല വെയിറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോൾ പതിയെ കളിയാക്കലുകളുടെ സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് തുടങ്ങി. അപ്പോൾ കല്യാണമാണ്, വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായി. ആദ്യം ഞാൻ യൂട്യൂബ് മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്ത് എങ്ങനെ പെട്ടെന്നൊന്ന് വണ്ണം കുറയ്ക്കാം, ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴും. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കല്യാണത്തിന് 4 മാസം സമയമുണ്ട്, എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്, എനിക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ടൈം ഉണ്ടെന്ന് ഞാൻ ഏകദേശം ഒന്ന് ഉറപ്പാക്കി. എന്നിട്ട് ഞാൻ ആദ്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പതിയെ ഞാൻ പോർഷൻ അങ്ങ് കൺട്രോൾ ചെയ്ത് തുടങ്ങി. എന്നിട്ടാണ് ഇൻ്റർമീഡിയറ്റിലോട്ട് ഞാൻ കടന്നത്. പോർഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദോശ, നല്ല ഇഡലിയൊക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതിന് ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ കോളേജസിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കുഴിമന്തി കഴിക്കുമായിരുന്നു. അതിൽ റൈസിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന മയോണൈസ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് പിടിക്കുന്ന ഒരു ശരീരം ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ കുറച്ചും കൂടി അൺഹെൽത്തിയും കൂടി ആയിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സപ്പ് ആയപ്പോൾ മൊത്തത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലായി. പിന്നെ എന്ത് ഡ്രസ്സ് ഇട്ടാലും ചേരാത്ത പോലെ, പിന്നെ ഡ്രസ്സ് ഇടുമ്പോഴെല്ലാം ഭയങ്കരമായിട്ട് ഡ്രസ്സ് ടൈറ്റ് ആവുന്നു, അങ്ങനെ ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, നടക്കുമ്പോഴൊക്കെ ഭയങ്കര കിതപ്പ്, അതെല്ലാം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എങ്കിലും ഞാൻ എൻ്റെ ബോഡിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേറ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷെ കളിയാക്കലുകളുടെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡയറ്റ് എടുക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും സാധാരണ നമുക്ക് ഡയറ്റ് എടുക്കാനല്ലേ ബുദ്ധിമുട്ട്, വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടും ഡയറ്റ് എടുക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ ടൈം എല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഈ അൺഹെൽത്തി കഴിക്കാറുള്ളൂ. വീട്ടിൽ അങ്ങനെ അൺഹെൽത്തി ഒന്നും ഞാൻ ഒരുപാടൊന്നും കഴിക്കാറൊന്നുമില്ല. കാര്യം അവിടെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്യുന്ന നേരെ ഞാൻ പോയത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. 8:16 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഞാൻ അങ്ങ് എടുത്തു. 8 hours കഴിക്കുക, 16 hours ഫാസ്റ്റിംഗ് എടുക്കുക. ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുമായിരുന്നു. ഞാൻ എടുത്തിരുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു. ഞാൻ എക്സ്ട്രാ ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിച്ച് ആഡ് ചെയ്യുക ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പാലൊക്കെ കുടിക്കുമായിരുന്നു. പശുപാലൊക്കെ തന്നെ ഒരു ഗ്ലാസ് പാലെന്നും ഡെയിലി കുടിക്കുമായിരുന്നു. അതിനൊന്നും ഞാൻ ചേഞ്ച് വരുത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഞാൻ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും നൈറ്റത്തേക്കുള്ള ഫുഡും ഒക്കെ ഞാനൊരു ചേഞ്ചസ് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുവന്നിരുന്നു. ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകാമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ ആ ഒരു 3 മാസം കൊണ്ടാണ് ഞാൻ ഈ 67 എന്ന് പറയുന്ന ഒരു kgയിലേക്ക് വന്നത്. ആ സമയത്തൊന്നും എനിക്ക് പ്രോട്ടീനിനെ കുറിച്ചിട്ടോ കാർബ്സിനെ കുറിച്ചിട്ടോ അതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. കാര്യം എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യാനായിട്ട് നിന്നില്ല. നമ്മൾ സാധാ പറയുന്ന പോലെ മുട്ട ആഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നും മുട്ട കഴിക്കാറുണ്ട്. അങ്ങനെ ഞാനൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു 67, 68, ആ സമയത്ത് 67, 68 ആ ഒരു റേഞ്ചിലാണ് നിന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു. ഓഫ് കോഴ്സ് വെച്ച വണ്ണം 73.55 അത്ര എന്തോ കല്യാണം കഴിഞ്ഞ 1-2 മാസമായപ്പോൾ ആയി. പിന്നെ നേരത്തെ വെയിറ്റ് 76 ആണല്ലോ, അത്ര എത്തിയില്ലെങ്കിലും ഒരു 3 kgs എത്താതെ ബാക്കിയുള്ള ഈ 73 വരെ എത്തി. പിന്നും അതേപോലെ തന്നെയാണ് വണ്ണം വെച്ചതും കാണാനും. അപ്പോൾ പുറത്ത് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ചേച്ചിമാരൊക്കെ പറയും വണ്ണം വെച്ചു എന്ന് പറയും. മനസ്സിൽ കേക്ക് പറയുമ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ ആ ഒരു വണ്ണം വെക്കൽ അവരൊരു സന്തോഷത്തോടെ പറയും. പക്ഷെ കേൾക്കുന്ന എനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. ഇനി ഇതെങ്ങനെ കുറയ്ക്കും എന്നായിരുന്നു എൻ്റെ ചിന്തക്കാർ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ കുറച്ചിട്ട് ഞാൻ പിന്നും വെയിറ്റ് വെച്ചു. പിന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സെയിം ഡയറ്റ് എടുത്തു. പ്ലസ് ഞാനൊരു കാര്യം ചെയ്തത് വർക്കൗട്ട് ആയിരുന്നു. ഈ വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ലാതെ തന്നെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയത്. ഡയറ്റും എടുക്കുന്നു, വർക്കൗട്ടും ചെയ്യുന്നു. അപ്പോൾ മനസ്സിൽ ആ ഒരു ടൈം പെട്ടെന്ന് എങ്ങനെയെങ്കിലും കടന്നു പോയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് നോക്കി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്ത് പിന്നും എൻ്റെ വെയിറ്റ് ആയിട്ടുള്ള 67 ഞാൻ വന്നെത്തി. അപ്പോഴാണ് പിന്നെ ഞാൻ വെയിറ്റ് വെച്ചത്. അതും 69 വന്നത്. 69 വെയിറ്റ് വെച്ചു. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് പിന്നെ ഇപ്പം എനിക്ക് 66-65 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1 വർഷമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് കൂടി കുറഞ്ഞ് പക്ഷെ ഒരിക്കലും ഞാൻ 76 വരെ പോകാനുള്ള ഒരു സ്റ്റേജ് വന്നില്ല. പക്ഷെ ഇങ്ങനെ കൂടി കുറഞ്ഞ് ആ ഒരു ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പക്ഷേ നമുക്ക് എന്തായാലും ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തിരിക്കണം. അതിപ്പോൾ വർക്കൗട്ടല്ല, വേറെ ഏത് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ബോഡി ഒന്ന് അനങ്ങിയാൽ മാത്രമേ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെയും വൈകുന്നേരവും നടക്കാൻ തുടങ്ങി. 1 മണിക്കൂർ രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം, അങ്ങനെ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. നടന്ന് വെയിറ്റ് കുറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ക്ഷീണിച്ചു പോയി, കോലം കെട്ട് പോയി, ഇപ്പം കാണാൻ ഒരു ചന്തമില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവിടെ ഒരു ഡിമോട്ടിവേഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ തളർന്നില്ല എങ്ങനെയെങ്കിലും. കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് വണ്ണം കുറച്ചത്. വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് അത്രയും മാത്രം കളിയാക്കൽ കിട്ടി. വണ്ണം കുറച്ച സമയത്ത് വണ്ണം കുറച്ചതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമൊക്കെ എടുത്തില്ല. കാര്യം എനിക്കറിയാം കുറച്ച വണ്ണം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് തിരിച്ചതുപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡി ആയതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കി. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഡയറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഷുഗർ എന്ന് പറയുന്ന സാധനത്തിനെ നല്ല രീതിയിൽ കുറച്ചു. കാര്യം ഇപ്പോൾ ഡയറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ പഞ്ചസാര കഴിക്കുകയുള്ളൂ. മാക്സിമം ഞാൻ പഞ്ചസാര അങ്ങ് ഒഴിവാക്കും. എനിക്ക് അത്രയും കൊതി തോന്നുന്ന അത്രയും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചസാര ഞാൻ കഴിക്കുകയുള്ളൂ. എനിക്ക് പണ്ടേ പഞ്ചസാരയോട് ക്രേവിങ്സ് ഇല്ലായിരുന്നു. പായസം കുടിക്കുക, ഇപ്പം അമ്പലത്തിൽ നിന്നൊക്കെ പായസം കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനോടൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഞാൻ കുറച്ച് പ്രസാദം എന്ന് കരുതി കുറച്ച് മാത്രം കഴിക്കല്ലാതെ എനിക്ക് പായസത്തിനോടോ മധുരത്തിനോടോ എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചോറ്. അതിനിപ്പോൾ 4 നേരം തന്നാലും ഇനി 5 നേരം തന്നാലും ഞാൻ ചോറ് കഴിക്കും. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രിയായാലും എപ്പോൾ തന്നാലും എനിക്ക് ചോറ് കഴിക്കും. ചോറ് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. അത് എത്ര ഉണ്ടെങ്കിലും കഴിക്കും. നല്ല കറിയാണെങ്കിൽ അത് കഴിക്കും. ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ നിന്നും ഞാൻ നന്നായിട്ട് വണ്ണം വയ്ക്കും. കാര്യം ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ വണ്ണം വയ്ക്കും. പിന്നെ ഞാൻ ചോറിൻ്റെ അളവ് കുറച്ചു. ഇപ്പോഴും എനിക്ക് ചോറിനോടുള്ള അളവ് കുറച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോറിനോട് ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ബോഡീനെ മനസ്സിലാക്കി ഇഷ്ടമുള്ള നേരത്ത് കഴിക്കുക എന്നുള്ളതല്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ കഴിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും. അതിന് ഷുഗറി ആയാലും ഫ്രൈഡ് ആയാലും സോൾട്ടി ആയാലും സ്പൈസി ആയാലും എന്ത് ഫുഡാണെങ്കിലും നമുക്കത് കഴിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു എന്നുണ്ടെങ്കിൽ നാളെ നമ്മളതൊന്ന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അത് ഞാൻ ചീറ്റ് മീൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡയറ്റ് എടുക്കാത്ത അവസ്ഥ. ഡയറ്റ് എടുക്കണമെങ്കിൽ മാക്സിമം പക്കാ ഡയറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 65-66 നിൽക്കുകയാണ്. എനിക്കിനി ഒരു 3 kgs കൂടെ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ ഭയങ്കര ഡയറ്റ് എടുക്കാതെ ഞാൻ പതുക്കെയാണ് ഡയറ്റ് എടുക്കുന്ന. കാര്യം ഒരുപാട് നമ്മൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിൻ ഇങ്ങനെ വലിയാനും അതിനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. 1 മാസം കൊണ്ടൊന്ന് 10 കിലോ കുറയ്ക്കാനൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയും, അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ കഴിക്കുന്നത് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയാൻ പോകുന്നുള്ളൂ. അത്യാവശ്യം നല്ല സ്ട്രഗിൾ തന്നെയാണ്. കാര്യം അത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൊട്ടീൻ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ഫുഡ് കാണുമ്പോൾ കഴിക്കാനായിട്ടൊരു ടെൻഡൻസി തോന്നും. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, ആ ഒരു ടൈം ചിലപ്പോൾ ഒരു 6 മാസം ചിലപ്പോൾ ഒരു 1 വർഷം നമ്മൾ ആ വെയിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എപ്പോഴായാലും കഴിക്കാം. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ വർക്കൗട്ട് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതൊരിക്കലും വെയിറ്റ് ലോസ് മാത്രമല്ല, നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട്. പിന്നെ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം കുറഞ്ഞാലും നമ്മളെ കാണാനായിട്ടൊരു ക്ഷീണിച്ച് ഒരു ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഇല്ലാതെ എന്താ പറയുക പട്ടിണി കിടന്ന് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോഡി ടോൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ജിമ്മെന്നല്ല ഞാൻ പറയുന്നത്, വീട്ടിലായാലും ജിമ്മിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലായാലും ജസ്റ്റ് നടക്കുകയോ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ ഉള്ള സ്പേസിൽ വെച്ചിട്ട്, എനിക്ക് ഒത്തിരി സ്പേസ് ഒന്നും ഇല്ല വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ഉള്ള സ്പേസിലാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഉള്ള സ്പേസിൽ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വണ്ണം കുറച്ചിട്ട് പഴയ ഡ്രസ്സ് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണം. എന്തോരം സന്തോഷമാണ് ആ സമയത്ത് വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ ബോഡി ഷേമിങ്, നിങ്ങൾക്ക് ബോഡി ഷേമിങ്, ഞാൻ എന്തൊക്കെ ബോഡി ഷേമിങ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കുഞ്ഞു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനി വരുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ജേർണി ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോയത്. ഒരു 3 മാസത്തെ ജേർണി. എൻ്റെ വീട്ടിൽ വെയിറ്റ് മെഷീൻ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വെയിറ്റ് ഒന്നും എൻ്റെ ആദ്യം ഫസ്റ്റ് വെയിറ്റ് ഞാൻ മെഷർ ചെയ്തു. പിന്നെ ഞാൻ വെയിറ്റ് മെഷർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡിസംബറിൽ വെയിറ്റ് ചെക്ക് ചെയ്തു.
ജാനുവരി ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് നമ്മുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ മനസ്സിൽ അത് ചെക്ക് ചെയ്യണം, എങ്ങനെയെങ്കിലും ചെക്ക് ചെയ്യണം പ്രാർത്ഥനയായിരുന്നു കേട്ടോ ഫസ്റ്റ് ആ ഡയറ്റൊക്കെ. അതുമാത്രം ഞാൻ വെയിറ്റ് എന്താ പറയുക കുറയ്ക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 70 kg. എൻ്റെ അടുത്ത് നിന്ന നഴ്സിനെ ഞാൻ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ, എനിക്ക് അത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടപ്പോൾ വിചാരിച്ച് 70 കിലോയ്ക്ക് ഇത്രയ്ക്ക് സന്തോഷം എന്താന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ടു. പക്ഷേ ശരിക്കും എനിക്ക് അറിയാൻ പറ്റുള്ളൂ ആ 70 കിലോ ഞാൻ എങ്ങനെ ആക്കി എന്നുള്ളത്. 6 കിലോ ലോസ് ചെയ്തതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എക്സ്ട്രീം ആയിരുന്നു. പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായി. പിന്നെ ഞാൻ പതുക്കെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. അറ്റ് ലാസ്റ്റ് എൻ്റെ കല്യാണം എത്തിയപ്പോഴത്തേക്കും 67. എനിക്ക് BMI കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 68 ആണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് 68 വേണം. ഞാൻ 67 കൊണ്ടുവച്ചു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് ഐഡിയൽ വെയിറ്റ് അല്ലാതെ 1 കിലോയെങ്കിലും കുറഞ്ഞിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ മേലായിട്ട് 65 എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ്, ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം എന്നാണ്. ഈ വണ്ണം, തടിച്ചി, ചക്ക, ആന എന്നുള്ള കുറേ പേര് ഇന്ന് മാറി ഒരു ബോഡി ഷേമിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ലൈഫ്, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ഷെയ്മിങ്ങും അതുപോലെ വെയിറ്റ് ലോസ് താല്പര്യമില്ല എന്നുള്ളവരും എന്താണെങ്കിലും നമ്മുടെ മനസ്സിന് ആപ്റ്റാണ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അതിൽ നിന്നൊരു റിസൾട്ട് വരുമ്പോഴേ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതി, നമ്മൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് വരുന്നെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മളൊരു എഫേർട്ട് ഇട്ടു, നമുക്ക് തിരിച്ച് കിട്ടുന്നത് നമ്മളിട്ട എഫേർട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്റ്റെപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തോരം സന്തോഷമായിരിക്കും. അതാണ്. പിന്നെ ഹെൽത്താണ്, നമ്മുടെ ബോഡിയാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളായിട്ട് നമ്മുടെ ബോഡിയെ കെയർ ചെയ്യാതെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ടാവും. അല്ലാതെ നമുക്കിപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. ഞാൻ അതല്ല പറയുന്നത്. നമ്മളായിട്ട് ശ്രദ്ധിക്കാതെ നമുക്കൊരിക്കലും ഒരു കാര്യം വരാൻ പാടില്ല. ഇന്നത്തെ ഒരു കാലത്ത് കുഞ്ഞുമക്കൾക്ക് പോലും ഷുഗറും അങ്ങനെ പല കാര്യങ്ങളും വരാൻ പെട്ടെന്ന് വരും. നമ്മളൊക്കെ കുഞ്ഞിലേ ഉള്ള പോലെ അല്ല, ഇപ്പോഴേ കുഞ്ഞു പിള്ളേർക്ക് ഷുഗറും ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ. അപ്പോൾ ഇപ്പോഴേ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് നോക്കി ആ വെയിറ്റ് കുറയുമ്പോൾ മാത്രമേ എൻ്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ എന്തൊക്കെ കഴിച്ചു, വെയിറ്റ് ലോസിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.